കാലം തികഞ്ഞു ദേവരാജൻ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും പുനരൂർ ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായി അത് വരുത്തിവെക്കുന്ന വിനാശത്തിനുമെതിരായുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത് കടന്നു വരുവാനിടയായി തീർന്നത്. സത്യവേദ പുസ്തക അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം കാണുവാൻ കഴിയും എന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേശനിവാസികളോട് ആ സത്യസുവിശേഷം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നാം പാർക്കുന്ന ഈ കൊച്ചു കേരളം നമുക്കറിയാം, എല്ലാ മേഖലകളിലും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും കായികപരമായിട്ടൊക്കെയും ആരോഗ്യപരമായിട്ടൊക്കെയും അല്ല നോക്കിയ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് നിമിത്തം ഒരു മലയാളി എന്ന് പറയുന്നതിന് നാം അഭിമാനം കൊള്ളുന്നവരാണ്. ഒരു വശത്ത് അഭിമാനം കൊള്ളുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയും, എന്നാൽ ഒരു കോയിന് രണ്ട് വശമുള്ളതുപോലെ അതിന്റെ ഒരു മറുവശം നമ്മൾ ചിന്തിച്ചാൽ ഓരോ ദിവസം കഴിയുന്നോറും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു വരികയും അത് നിമിത്തം പലവിധമായ സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നാം ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ നടുവിലേക്ക് നമുക്ക് വില്ലനായി കാണുവാൻ സാധിക്കുന്ന വിഷയം ലഹരിയുടെ ഉപയോഗമാണ്. കോളേജുകളിൽ നടക്കുന്ന റാഗിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ ഇടയായി തീർന്നു. ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പല മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്. ഒന്ന് ശബ്ദം ഉറച്ച് സംസാരിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിന്റെ ബന്ധത്തിൽ ഞങ്ങൾ പാർക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിന് ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ് അടുത്ത റൂമിലേക്ക് താൻ കയറി ആത്മഹത്യ ചെയ്യാനിടയായി തീർന്നു. ഗുണദോഷിക്കാനും പറ്റത്തില്ല, ശാസിക്കാനും പറ്റാത്ത അവസ്ഥകളിലേക്ക് പോയിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങളെയും ഭയമാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. കാര്യം എന്ത് ചെയ്യണമെന്നറിയില്ല, കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥ. പീഡന കേസുകൾ വർദ്ധിക്കുന്നു. ജയിലറകളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ പീഡന കേസിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ പത്രവാർത്തയിലും ഉള്ള ഒരു വാർത്തയുണ്ട്, അഡീഷണൽ സെന്റർ അത് എണ്ണം വർദ്ധിപ്പിക്കണം. കാരണം പിടിക്കപ്പെടുന്ന കുറ്റവാളികളെല്ലാം വയലന്റായി പോലീസിനെ ആക്രമിക്കുകയാണ്. അവർക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ മനുഷ്യൻ അധംപതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല. നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് കേരള ജനത. വിദ്യാഭ്യാസത്തിന്റെ വേരോട്ടം ചെന്നാൽ നോർത്ത് ഇന്ത്യയുടെ മണ്ണിലല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളത് മെഡിക്കൽ സ്റ്റുഡൻസുകളുടെ എണ്ണം, ലഹരിക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. ക്യാൻസർ എന്ന പോലുള്ള രോഗങ്ങൾക്ക് വേദന സംഹാരികളായി കൊടുക്കുന്ന മരുന്നിനെ പോലും ഉപയോഗിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടല്ല, നല്ല മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല. നല്ല സാഹചര്യവും നല്ല വിദ്യാഭ്യാസവും നല്ല മാതാപിതാക്കളും നല്ല കുടുംബ സംവിധാനമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന വാർത്ത അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിന് നാം ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇങ്ങനെ അധംപതിക്കുന്നത്? ലഹരിയുടെ ഉപയോഗം അത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു ആസക്തിയാണ്. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് തന്നെ പാപിയായിട്ടാണ്. തന്റെ അമ്മ തന്നെ ഗർഭത്തിൽ ഉരുവാകുന്നത് പോലും പാപത്തിലാണ്. പാപത്തിൽ ഉരുവായി, പാപത്തിൽ ഗർഭം ധരിച്ച്, പാപത്തിൽ പിറന്ന്, പാപത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് പാപസ്വഭാവമല്ലാതെ വേറെ ദിവ്യ സ്വഭാവം പ്രകടമാക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ഈ രൂപത്തിലോ ഈ സ്വഭാവത്തിലോ അല്ല. ദൈവം ആകയാൽ മനുഷ്യനെ ആത്മാവുള്ളവനായി സൃഷ്ടിച്ചു. എന്തിനെന്നറിയാമോ? ആത്മഗുണങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിന്. മനുഷ്യൻ ആത്മഗുണങ്ങൾ പുറപ്പെടുവിക്കണം. അവൻ ദയാലുവാകണം, സൗമ്യതയുള്ളവനാകണം, പരോപകാരം ചെയ്യുന്നവനായിരിക്കണം, സ്നേഹത്തെ പ്രകടമാക്കുന്നവനാകണം. എന്നാൽ മനുഷ്യൻ പക,
വിദ്വേഷം, പിണക്കം മുതലായ സ്വഭാവങ്ങൾക്ക് പ്രകടമാക്കത്തക്ക രീതിയിൽ പാപ സ്വഭാവത്തിന് കീഴ്പ്പെട്ട് ഓരോ ദിവസവും മുന്നേറുകയാണ്. ഈ പാപ സ്വഭാവത്തിന് പരിഹാരം കാണുവാൻ കഴിയാതെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആസക്തിയിൽ നിന്നും തനിക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് തൽക്കാലം എങ്ങനെ മനുഷ്യന് തന്റെ പാപ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കും? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾക്കോ കണ്ടുപിടുത്തങ്ങൾക്കോ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ഒരുവൻ പാപം ചെയ്യുന്നത് ദൈവത്തോടാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് പാപം. ദൈവം ഒരു മനുഷ്യൽ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ കഴിയാത്തതാണ് പാപം. അങ്ങനെയെങ്കിൽ അനുസരണക്കേട് പാപമാണ്. ദൈവം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതും പാപമാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനോട് ചെയ്യുന്ന പാപമായിക്കൊള്ളട്ടെ, അത് നേരെ പോകുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള പാപമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. പാപത്തിന് പരിഹാരം ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ അത് ദൈവത്തോട് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം എന്തെന്ന് വെച്ചാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അത് ഞാനായിക്കൊള്ളട്ടെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും പാപം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രമാണപ്രകാരം നിത്യമരണം നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് മാനുഷിക ബുദ്ധി ഉദിച്ച ആശയങ്ങൾ കൊണ്ടോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ അതിന് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷയാണ് നിത്യമരണം. എന്ന് വെച്ചാൽ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. അവിടെ അഗ്നിയാണ്, ഗന്ധകവും തീയും പുകയുന്നിടമാണ്, ചാകാത്ത പുഴുക്കൾ വസിക്കുന്നിടമാണ്. അവിടെ 1, 2, 3 വർഷമല്ല, ഒരു നിത്യത മുഴുവനും പാപത്തിന്റെ സംഭരണമെന്ന മരണമെന്ന ആ ആത്മാവിന്റെ മരണത്തിന്റെ ഫലം അവിടെ നാം അനുഭവിച്ചേ മതിയാകൂ. അവിടെയാണ് കാലത്തിന്റെ തികവിൽ ദൈവത്തിന്റെ കൃപ മനുഷ്യന് വേണ്ടി ഉദിക്കപ്പെട്ടത്. ആ കൃപയെക്കുറിച്ചാണ് ദേശാന്തരങ്ങൾ കടന്നുപോയി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ചില വർഷങ്ങളായി ഞങ്ങളെപ്പോലുള്ളവർ ഈ റോഡരികിലും ഭവനങ്ങളെയൊക്കെയും കേന്ദ്രീകരിച്ച് പാപത്തെക്കുറിച്ചും ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിന്റെ പരിണതഫലത്തെക്കുറിച്ചും ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടുപോയിരിക്കുന്നു. എന്നാൽ അന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിന്റെ പരിണതഫലമാണ് ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്. എന്താണ്? പീഡനക്കേസുകൾ വർദ്ധിക്കുന്നു, ക്രൂരകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. വർഷങ്ങളായി ഞങ്ങളത് പ്രസംഗിക്കുന്നതാണ്. പക്ഷേ ഇത് ആർക്കും ചെവികൊള്ളുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് തൽക്കാലം പാപത്തിന് പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തു, ആരിലാണോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണയും ദേഹരൂപേണ വസിക്കുന്നത്, ആ ക്രിസ്തു മനുഷ്യനായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ പാപത്തെക്കുറിച്ച് പഠിപ്പിച്ചു, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ചു. ആ സ്നേഹമാകുന്ന ദൈവം മനുഷ്യനുമായി ചേർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പഠിപ്പിച്ചു. എന്നാൽ മനുഷ്യന് ഈ ദൈവവുമായി ചേർന്ന് വസിക്കുവാൻ സാധിക്കില്ല. കാരണം എന്ത്? മനുഷ്യൻ ജന്മനാ പാപിയാണ്. പാപം നിമിത്തം താൻ അശുദ്ധിയിൽ ജീവിക്കുന്നു. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം, തേജോമനായ ദൈവം, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, താൻ മാത്രം അമർത്യതയുള്ളവൻ. ആ ദൈവത്തിന് മർത്യമായ മനുഷ്യനോട് വസിക്കുവാൻ സാധിക്കത്തില്ല. കാരണം അവൻ പാപിയാണ്. ആകയാൽ ആ ക്രിസ്തു മനുഷ്യനായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ മനുഷ്യനായ ക്രിസ്തുവിന് ദൈവമിട്ട പേരാണ് യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. അർത്ഥം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജനിക്കുവാൻ പോകുന്ന ശിശു തന്റെ ജലത്തിന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നവനാകയാൽ രക്ഷകൻ അർത്ഥമുള്ള യേശു എന്ന് പേരിടണമെന്ന്. യേശു എന്ന് പേരിട്ടത് ദൈവത്തിനിട്ട പേരാണ്. ആ യേശു ഭൂമിയിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി, ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തി. എങ്ങനെ ഈ ദൈവവുമായി സഹവാസത്തിലേക്ക് എത്തിച്ചേരാമെന്ന് വെളിപ്പെടുത്തി. മാത്രമല്ല, ദൈവവുമായി മനുഷ്യന് അടുക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്ന പാപത്തിന് ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിച്ചു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ മരിക്കേണ്ടയിടത്ത്, നിങ്ങൾ മരിക്കേണ്ടയിടത്ത് പാപത്തിന്റെ ശിക്ഷ, മരണത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപം എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കത്തക്ക രീതിയിൽ ആ യേശുവിന്റെ രക്തത്താൽ ആ മനുഷ്യനെ ദൈവം കഴുകുന്നു. ഇതാണ് ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം. റോമാലേഖനത്തിൽ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം തന്റെ പുറമയിൽ മനുഷ്യൻ ചെയ്തുപോയ പാപങ്ങളെ ശിക്ഷിക്കാതെ
അവനെ വെറുതെ വിടുന്നു. കാരണം യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി മരിച്ചുവെന്ന് താൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് യേശുവിന്റെ രക്തത്താൽ ആ പാപക്കറകളെ കഴുകിക്കളയുന്നത് നിമിത്തം മാത്രമല്ല, പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെട്ട ആ മനുഷ്യനെ കുഴിച്ചിടുന്ന ജലാശയം എന്ന കല്ലറയിൽ സ്നാനമേറ്റ് ഒരു പുതു മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്ന സുവിശേഷമാണ് ഇവിടെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകൾ അവൻ കോപിക്കുന്ന മനുഷ്യനായിരുന്നു. കഴിഞ്ഞ നാളുകൾ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. സമൂഹത്തിന് വേണ്ട തലവേദനയാ, കുടുംബക്കാർക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, അപ്പനമ്മക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഇവനൊന്ന് ചത്താ മതി എന്ന് വിചാരിച്ചുള്ള സമൂഹത്തെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ, അവർ മൂക്കത്ത് വിരൽ വെക്കത്തക്ക രീതിയിൽ ഈ സുവിശേഷം അവനെ മാറ്റിയെടുക്കുന്നു. അവനൊരു പുതു മനുഷ്യനായി പുറത്തു വരുന്നു. ഇത് ഇന്നലെ ഇന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ല. 2000 വർഷം കൊണ്ട് മാനവരാശിയുടെ ഇടയിൽ ഇത് മഹാ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നു. നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കി തീർക്കുന്നു. ജയിലറെ കടന്ന കൊടും കൊലപാതകന്മാരായിട്ടുള്ളവർ, ക്രൂരകൃത്യങ്ങൾ ചെയ്ത് മരണത്തിനാൽ വിധിക്കപ്പെട്ടവർ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് തന്റെ പഴയ മനുഷ്യനെ തങ്ങളുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണം ആ ജലാശയം എന്ന കലയെ കുഴിച്ചിട്ടിട്ട് പുതു മനുഷ്യനാൽ പിറന്നുകൊണ്ട് അനേകായിരങ്ങളെ ഈ സുവിശേഷത്തിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും ഈ സുവിശേഷത്തിന്റെ മാറ്റം ജനഹൃദയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരളക്കരയിൽ മാത്രമല്ല, ഞങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യഭാഷ അറിയാത്തവർ, സെൻസസിനകത്ത് ഉൾപ്പെടാത്ത വ്യക്തികൾ പോലും ആ നരഭോജികളായവർ അവർ മനുഷ്യസ്നേഹികളായി തീർന്നു ഈ മാർഗത്തിന്റെ പ്രചാരകരായി തീർന്നു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഇത് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും വിവിധ മേഖലകളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അല്ലെ, ഇന്ന് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നു. താൻ ഒരു മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങളുടെ ഇവിടെ ഉണ്ണികൃഷ്ണനുണ്ട്, ബിജുദാസ് ഉണ്ട്, അയ്യപ്പനുണ്ട്, അനിലുണ്ട്, ഭാർഗവനുണ്ട്, വേലായുധനുണ്ട്, മത്തായി ഉണ്ട്, ലൂക്കോസ് ഉണ്ട്, വിൽഫ്രഡ് ഉണ്ട്. എല്ലാ സമുദായപ്പെട്ടവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് നോക്കിയ കഴിഞ്ഞ കാലയളവിൽ ഇരുന്നിന്റെ അനുഭവങ്ങളായിരുന്നു. വെളിച്ചം അല്പം പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. സമൂഹം ഞങ്ങളെ വെറുത്തവരായിരുന്നു. കുടുംബക്കാർക്ക് ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. മദ്യത്തിന് അടിമകളായിരുന്നു. എന്നാൽ ഈ സുവിശേഷം ഞങ്ങളുടെ കാതുകളിലെത്തി. ഈ പാപിയായി ജീവിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്നുള്ള ബോധം ഞങ്ങളിൽ ഉദിക്കുകയും ആ മനുഷ്യരാൽ വെറുക്കപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ജലാശയം എന്ന കല്ലറെ ഞങ്ങളെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഒരു പുതു മനുഷ്യനായി പുറത്തു വന്നു. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. അനേകായിരങ്ങളെ സന്ദേശങ്ങൾ അറിയിക്കുന്നു. അനേകായിരങ്ങളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ദൈവിക കരങ്ങളിൽ ഞങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ, ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ അവൻ സർവശക്തനായ ദൈവം. അവനൊരു വിഭാഗത്തിന്റെ ദൈവമല്ല. ഞങ്ങളെ രക്ഷിച്ച ദൈവം, നിങ്ങളെ രക്ഷിക്കാൻ അവൻ സർവശക്തനായ ദൈവം. എല്ലാ പാപങ്ങൾ ഞങ്ങളുടെ മേലെ കഴുകിക്കളഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, നിങ്ങളെ വീണ്ടെടുക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ആകെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, സമാധാനമില്ല, ആശ്വാസമില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിയുന്നവരാണ് ഇന്ന് വൽക്കാല ക്രൂശിലേക്ക് നോക്കൂ. എന്തെന്നാൽ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. ആകെ ആ നാമത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് വ്യതിയാനം വരുത്തുവാൻ ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് ദേശനിവാസികളെ, അവങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവേൻ. അവൻ മാത്രം ദൈവം. അവന് കഴിയാത്തൊരു കാര്യമില്ല. അവൻ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവമേ എന്ന് വിളിച്ചാൽ പ്രവർത്തനരഹിതനായ ദൈവമല്ല, പ്രവർത്തന നിരതനായ ദൈവം. നിങ്ങളുടെ ചാരത്തിറങ്ങി വന്ന് നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് വേണ്ട എന്ന് പറഞ്ഞവരുടെ ഇടയിൽ ഇവൻ ഞങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യരായി തീർന്നുവല്ലോ എന്ന് പറഞ്ഞു
പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഇവിടെ ഞങ്ങൾ ഈ പ്രസംഗത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇത്രത്തോളം നിങ്ങൾ ഞങ്ങളെ ശ്രമിപ്പാൻ ഇടയായിത്തീരുമല്ലോ. ഞങ്ങൾ പറഞ്ഞ പോലെ ആരെങ്കിലും മദ്യത്തിന് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ, മയക്കുമരുന്ന് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കാതെ വണ്ണം ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാമോ? ഈ സുവിശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ എല്ലാവരെയും ഈ യേശുക്രിസ്തു രക്തം കഴുകി വെടിപ്പാക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗം നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ദേശത്തേക്ക് കടന്നു വന്ന് അല്പസമയം കർത്താവെ മാറ്റമില്ലാത്ത അങ്ങയുടെ സുവിശേഷം ദേശത്തോട് അറിയിക്കുവാൻ കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഈ കാലഘട്ടത്തെ അങ്ങ് അറിയുന്നു. പല തലമുറകളും കർത്താവെ മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബത്തെ സമാധാനം കൊടുക്കാതെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു പിതാവേ. അനേകർ ജയിലറയിലാണ്. പീഡന കേസുകൾ വർദ്ധിക്കുന്നു, ക്രൂരകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, ലഹരിയുടെ ഉപയോഗങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊന്നൊക്കെ പിടിപ്പാൻ ദൈവമേ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ അങ്ങ് മാറ്റമില്ലാത്ത ദൈവം, ഇന്നും എന്നും നിലകൊള്ളുന്ന, ഹല്ലേലൂയ, എന്നും അനന്യനായ ദൈവമാകിയ സ്തോത്രം. ആ ദൈവകരങ്ങളിലേക്ക് ഈ പ്രദേശ നിവാസികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ദുഃഖത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് കേൾപ്പിച്ച വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യണമേ. യേശുവിന്റെ തലമുറ കഴുകുമാറാണമേ. ഒരു പ്രതിയാനുഭവ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രദേശ നിവാസികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണം. മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. എല്ലാം പുണ്യനാമത്തിനെ തീർക്കണമേ, യേശു നാമത്തിൽ തന്നെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ.